ഇന്ന് ടി ജി നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഈ തനിക്കെതിരെ ഈ ജയരാജൻ പരാതി കൊടുക്കുന്നതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുവഴി ശോഭാ സുരേന്ദ്രന്റെ ചില ചെയ്തികൾ അത് പുറത്തു വരുമല്ലോ, പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുമല്ലോ എന്നാണ് ദല്ലാളിന്റെ വാക്കുകൾ. ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ടും ഇ പി ജയരാജനെ പിന്താങ്ങുന്ന രീതിയിൽ. ഇ പി ഒരിക്കലും മുൻകൈയെടുത്ത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇങ്ങോട്ട് ഇ പിയെ വന്ന് കാണുകയായിരുന്നു. അപ്പോൾ ജാവ്ദേക്കറുമായി ഇ പി അത് പറ്റില്ല എന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു, തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ CPM എന്തിനാണ് ജയരാജനെ പരസ്യമായി പിന്തുണച്ചത് എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ മറുവശത്ത് ദല്ലാൾ ജയരാജനെ രക്ഷിക്കാൻ വരുന്നു. അപ്പോൾ ഈ ദുരൂഹത കൂട്ടുകയല്ലേ ഇതെല്ലാം? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ പാർട്ടിക്ക് അത് മറച്ചു വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പാർട്ടിയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അല്ലെങ്കിൽ ഈ ജയരാജനെ തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ഇങ്ങനെ എന്തൊക്കെയോ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. ഇതിൽ നിജസ്ഥിതി എന്താണ് എന്നതിനെപ്പറ്റി ഇന്നും പൊതുസമൂഹത്തിൽ വളരെ വലിയൊരു ക്ലാരിറ്റി ഇല്ല. ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? പല ആൾക്കാരുടെ ഭാഷ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, ഇ പി ജയരാജൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, കെ സുധാകരൻ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇനി ഇതൊന്നുമല്ലാതെ മറ്റുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. ശ്രീ പിണറായി വിജയൻ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്, CPM പറയുന്ന അഭിപ്രായമുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഭിപ്രായമുണ്ട്. ഞാൻ പറയുന്നത് ഈ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഓരോരുത്തരും ഇങ്ങനെ എപ്പിസോഡ് കണക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓരോരോ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസമായിട്ട് പുറത്തുവിടുന്നത്. ഇന്ന് ശ്രീ നന്ദകുമാറിൻ്റെ പത്രസമ്മേളനം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയാണെങ്കിലും അദ്ദേഹം പറയുന്ന ഭാഷയാണെങ്കിലും അത് പൂർണ്ണമായിട്ടും ഇ പി ജയരാജനെ പിന്തുണയ്ക്കുന്ന രീതിയിലത്തേക്കാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, CPM അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശാസനം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്തു വന്നാലും ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അല്ലെങ്കിൽ പടച്ചവൻ വിചാരിച്ചാൽ പോലും അദ്ദേഹം തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യില്ല എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനമൊക്കെയാണ് കണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് എങ്കിൽ ഈ രീതിയിലുള്ള കൂടിക്കാഴ്ചയെ പറ്റി പറഞ്ഞത്? എന്തിനായിരുന്നു ശരിക്കും ആ കൂടിക്കാഴ്ച? ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നുണയാണ് എങ്കിൽ ഏതൊക്കെ ഭാഗമാണ് നുണ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള വിശദീകരണം. മറ്റൊരു കാര്യം കൂടി ശ്രീ പണിക്കർ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇപ്പോൾ ഇ പിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, വെള്ളപൂശുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ പോലും പുറത്തു പറയുവാൻ ദല്ലാൽ നന്ദകുമാർ തയ്യാറാവുകയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ ലാവ്ലിൻ കേസിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇന്നും പറയുകയാണ് ലാവ്ലിൻ കേസിൽ രക്ഷിച്ചെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടെന്ന്. ആ രീതിയിലുള്ള വർത്തമാനവും പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ. അപ്പോൾ ദല്ലാളിന് മുഖ്യം ഇ പി ആണ് എന്ന് വ്യക്തമാവുകയാണ് അവിടെയെല്ലാം. അവിടെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം, എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്താലും ആര് വിചാരിച്ചാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ദല്ലാളിൻ്റെ വാക്കുകൾ. അപ്പോൾ ഈ ദല്ലാളിനെ ആശ്രയിച്ചാണോ LDF കൺവീനർ ഇവിടെ ജീവിച്ചു പോകുന്നത്? എന്തിനും ഏതിനും ദല്ലാൾ. അല്ല, ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാര്യം നമ്മളൊക്കെ ചിന്തിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഒന്നാമൻ എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നാണ്. നേരെ മറിച്ച് ദല്ലാൽ നന്ദകുമാർ ഇവിടെ പറയുന്നതനുസരിച്ച് ശ്രീ ഇ പി ജയരാജനാണ് ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന നേതാവ് എന്ന് തോന്നിപ്പോകും. കാരണം അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ശ്രീ നന്ദകുമാർ ലാവലിൻ കേസിൽ വീണ്ടും ശ്രീ പിണറായി വിജയൻ അതിലൊരു ഡീലിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന മട്ടിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ സമൂഹത്തിനുണ്ടാകുന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ പറയുന്നത് ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം ദല്ലാൽ നന്ദകുമാറിൻ്റെ സ്വഭാവം എന്താണ് എന്നും അയാൾ ആരാണ് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് എനിക്കറിയാം എന്ന് ശ്രീ പിണറായി വിജയൻ തന്നെ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ഡീലിങ്സ് ഒക്കെ ഏത് രീതിയിൽ നടന്നിരിക്കുന്നതാണ്, ഏതൊക്കെ സമയത്താണ്, എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ഇടപെട്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ചില ആൾക്കാരുമായിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഇടപാടുകളുണ്ട്. മുൻപ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഒന്നിച്ച് CPM-ന്റെ പല പ്രമുഖ നേതാക്കളും അവതാരം എന്നുള്ള ഒരു ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അവതാരങ്ങളുമായിട്ടെല്ലാം തന്നെ അങ്ങേയറ്റത്തെ ബന്ധം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശിവനും ഒക്കെ തന്നെ ശിവന്റെ ഒക്കെ തന്നെ പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് പാപി, ഏതാണ് ശിവൻ, ഏതാണ് അവതാരം എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടെ വലിയൊരു ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നിരുന്ന് ഒരു പത്രസമ്മേളനം നടത്തുകയല്ലാതെ രക്ഷയില്ല. ഇത് പണ്ട് എനിക്ക് തോന്നുന്നൊരു വിവാദമായിട്ടുള്ള ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. ആ മർഡർ കേസിൽ ഈ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ
കുറേയധികം ബുദ്ധിമുട്ടിയതാണ്. ഈ കൊല്ലപ്പെട്ടയാളിൻ്റെ അമ്മ ഇന്നയാളാണ്, ഭർത്താവ് ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു ഫാമിലി ട്രീ ഒക്കെ. ഇപ്പോൾ അതിന് സമാനമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ ആകെപ്പാടെ കുഴഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ബന്ധമെല്ലാം തന്നെ ശരിയായ രീതിയിലുള്ള എന്തെങ്കിലും ഇടപാടുകളുടെ പേരിലാണ് എന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നന്ദകുമാർ അഭിമതനും ചില സമയത്ത് അദ്ദേഹം അനഭിമതനാവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ തന്നെ ശ്രീ മഞ്ജുഷ് താങ്കളോട് തന്നെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് കൂടുതൽ വ്യക്തമാണ്. കാരണം ശ്രീ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ശ്രീ ഇ പി ജയരാജൻ പാപിയാണ് എന്ന് ശ്രീ പിണറായി വിജയൻ ദ്യോതിപ്പിക്കുന്നത് ഈ ഒരു സമയത്താണ്. നേരെ മറിച്ച് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നയിക്കുന്ന ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കാതെ ഇരിക്കുകയും ആ സമയത്ത് നന്ദകുമാറിന്റെ മാതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് ജാവദേക്കർ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ നന്ദകുമാറും EP മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധത്തിന്റെ പേരിൽ, ആ ബാന്ധവത്തിന്റെ പേരിൽ അന്ന് ശിവൻ പാപി ഉപമ ഉണ്ടായില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ പറയുന്ന സമയത്ത് മാത്രമാണ് ഈ നന്ദകുമാർ പാപിയായി മാറുന്നതും അദ്ദേഹത്തിനോടൊപ്പം ചേരുന്ന EP ജയരാജൻ എന്ന് പറയുന്ന ശിവൻ പാപിയായി മാറുന്നതും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ കൂടുതലൊന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല. ശരിയാണ്. ഡോക്ടർ ബി ജയരാജ്